ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കിടിലമായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ സിമെൻറ്റിലാണ് നമ്മൾ ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ 5 കിലോ കവറുകളിൽ ഇതാ പാതി ഈ ബേബി മെറ്റൽ നിറച്ചിട്ടുണ്ട് നമ്മൾ. ഇത് ബേബി മെറ്റലിന് പകരം നമുക്ക് ഈ എംസാൻഡോ മണ്ണോ എന്ത് വേണമെങ്കിലും നിറയ്ക്കാം. അപ്പോൾ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു കവറിൽ നമ്മൾ 25 സെൻറ്റിമീറ്റർ ഉയരത്തിലും ഒരു കവറിൽ നമ്മൾ 23 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ബേബി മെറ്റൽ നിറച്ചത്. ഇനി നമുക്ക് എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത്, അതായത് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത സിമെൻറ്റാണിത്. ഇത് നമ്മൾ ആദ്യം നമ്മുടെ തറയിൽ നമ്മുടെ പ്രതലത്തിൽ ഇതേപോലെ നിരത്തുന്നുണ്ട്, അതായത് നമ്മുടെ കവറിൻ്റെ അതേ വട്ടത്തിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് നമ്മളിത് നിരത്തിയെടുക്കുന്നത്. അപ്പോൾ അടിയിൽ നമ്മൾ സിമെൻറ്റ് നിരത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ കവർ നമുക്ക് ഇതേപോലെ ചേർത്ത് കെട്ടാം. കെട്ടിയതിന് ശേഷം നമ്മൾ നിരത്തിയ സിമെൻറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ 25 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നമ്മൾ നിറച്ച കവർ നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എടുത്തു വെക്കാം. അത് കറക്റ്റ് അതിൻ്റെ മുകളിൽ വെച്ച ശേഷം നമുക്ക് ഈ കവറിൻ്റെ മുകളിൽ നമുക്കിനി സിമെൻറ്റ് നിരത്തി കൊടുക്കാം. ഇതേപോലെ ഇനി മുകളിൽ നമ്മൾ 1/2 ഇഞ്ച് കനത്ത് തന്നെയാണ് മുകളിലും നമ്മൾ കവറിൻ്റെ മുകളിലും ഇതേപോലെ സിമെൻറ്റ് നിരത്തുന്നത്. അപ്പോൾ കവറിന് മുകളിൽ നമ്മൾ സിമെൻറ്റ് നിരത്തി കഴിഞ്ഞ് ഇനി നമുക്ക് രണ്ടാമത്തെ കവർ, അതായത് നമ്മൾ പാതി നിറച്ച രണ്ടാമത്തെ കവർ അതിന് മുകളിലേക്ക് എടുത്തു വെക്കാം. ഇതേപോലെ കറക്റ്റിൽ നമുക്ക് അടിയിലെ കവറിന് അതേ ലെവലിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്ത് നമ്മുടെ സിമെൻറ്റ് തേച്ച് കൊടുക്കാം. അത് പുറം ഭാഗം മുഴുവനായിട്ടും നമുക്ക് ഇതേപോലെ സിമെൻറ്റ് തേച്ചെടുക്കാം. അടിഭാഗത്തെ കവർ പൊതിഞ്ഞ ശേഷം നമുക്ക് മുകൾ ഭാഗത്തേക്കും ഇതേപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ അത് ഒരേ കനത്തിലാണ് നമ്മൾ മുഴുവനായിട്ടും തേച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തും അതേപോലെ തന്നെ സിമെൻറ്റ് നിരത്തി കൊടുക്കാം. അതൊരു 1/2 ഇഞ്ച് കനത്തിൽ നമ്മൾ മുകൾ ഭാഗത്തും നമ്മൾ സിമെൻറ്റ് നിരത്തുന്നുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മുടെ കവറിന് നമ്മൾ സിമെൻറ്റ് കൊണ്ട് പൊതിഞ്ഞെടുത്തു. ഇനി നമ്മളിതാ കുറച്ച് എംസാൻഡും ഈ സിമെൻറ്റും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 3:1 എന്ന രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ നനയ്ക്കാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നനയ്ക്കാത്ത ഈ മിക്സ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ എല്ലാ ഭാഗത്തും കൈകൊണ്ട് വാരി തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കുമ്മായ കത്തി കൊണ്ട് ഇത് നന്നായിട്ട് മിനുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മിനുക്കിയെടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് കറക്റ്റ് ലെവലിലായിരിക്കണം. എല്ലാ ഭാഗവും ഒരേപോലെ ഒരേ ഉയരത്തിൽ നമുക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഒരു വാട്ടർ ലെവലൊക്കെ വെച്ചിട്ടാണ് നമ്മളത് ക്ലിയർ ആക്കുന്നത്. അപ്പോൾ നമ്മളത് എല്ലാ ഭാഗവും മിനുക്കി റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ 1 മണിക്കൂറിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ഇതേപോലെ വരഞ്ഞ ശേഷം നമ്മളൊരു കള്ളി വരഞ്ഞ ശേഷം നമ്മളത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്.
അപ്പോൾ അടിഭാഗം നമ്മളൊരു കള്ളി കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തും നമുക്ക് ഇതേപോലെ തന്നെ വരഞ്ഞ ശേഷം ഒരു കള്ളി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു ഭാഗം താഴെയും മേലെയുമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗവും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അത് രണ്ട് സൈഡും നമ്മൾ ഒരേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മൾ കുറച്ച് സിമെൻറ്റ് മാത്രം നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നമുക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് മിനുക്കിയെടുത്തതിന് ശേഷം ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒരു ഡിസൈന് ഒന്ന് വരഞ്ഞു കൊടുക്കണം. അതായത് നമുക്കൊരു മരത്തിൻ്റെ ഷേപ്പിലാണിത് റെഡിയായി കിട്ടേണ്ടത്. അപ്പോൾ അത് കുഴമ്പ് രൂപത്തിലുള്ള സിമെൻറ്റ് ഒഴിച്ച ശേഷം നമുക്ക് ഇതേപോലെ കുമ്മായ കത്തി കൊണ്ടൊന്ന് മിനുക്കി കൊടുക്കുക. വലിയ രീതിയിലൊന്നും മിനുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെയൊക്കെ ഒന്ന് മിനുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ വരഞ്ഞു കൊടുക്കുക. ഇതേപോലെ ഒരു മരത്തിൻ്റെ ഡിസൈൻ നമുക്ക് കിട്ടണം ഇതിൻ്റെ മുകളിൽ. അതിന് വേണ്ടി നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് എല്ലാ സൈഡിലും നമ്മൾ ഇതേപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വരഞ്ഞു കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ടോപ്പ് ഭാഗം നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ സിമെൻറ്റ് കുഴമ്പ് രൂപത്തിലുള്ള സിമെൻറ്റ് ഒഴിച്ച ശേഷം നമ്മൾ അതൊന്ന് മിനുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ കവർ ഇതേപോലെ പൊട്ടിച്ച ശേഷം നമുക്കിതിനുള്ളിൽ നമ്മൾ നിറച്ച ബേബി മെറ്റലൊക്കെ എടുത്ത് മാറ്റാം. ബേബി മെറ്റലും കവറൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലെ ഫിഷറൊക്കെ ഒന്ന് ഇതേപോലെ കുമ്മായ കത്തി കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് ഇതേപോലെ നെറ്റുകൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്തെ സൈഡുകളിൽ, അതായത് 4 ഭാഗത്ത് 4 സൈഡിലും നമുക്ക് ഇതേപോലെ നെറ്റ് വെച്ച ശേഷം നമുക്കതൊന്ന് സിമെൻറ്റിൽ തേച്ച് കൊടുക്കണം. നമുക്കിതിന് കൂടുതൽ ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ 3:1 എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എംസാൻഡ് സിമെൻറ്റ് മിക്സ് ചെയ്തെടുത്ത് അത് വെള്ളം ചേർത്ത് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് തേച്ച് കൊടുക്കാം. നെറ്റ് വെച്ചതിന് ശേഷം നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും 4 സൈഡിലും നമുക്കത് തേച്ച് കൊടുക്കാം. ഉൾഭാഗം മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നനയ്ക്കാത്ത മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് തേച്ചിട്ട് മിനുക്കിയെടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മിനുക്കിയെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നനയാത്ത മിക്സ് ചേർക്കുന്നത്, തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെയുള്ള ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം മിനുക്കിയെടുക്കുന്നത്.
അപ്പോൾ ഉൾഭാഗത്ത് 4 ഭാഗവും നെറ്റ് വെച്ച ശേഷം നമ്മൾ സിമെൻറ്റ് തേച്ച് മിനുക്കി റെഡിയാക്കിയെടുത്തു. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ വീണ്ടും 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്കിത് നന്നായിട്ട് നനച്ച് കൊടുക്കുക. ഒരു 3-4 ദിവസം നമുക്ക് ഇതേപോലെ നനച്ച് കൊടുക്കുക. അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് ഇതേപോലെ വെള്ളം ഒഴിച്ച് വെക്കുക. അത് പുറം ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ നനച്ചും കൊടുക്കാം. നന്നായിട്ട് നമുക്ക് നനച്ച് കൊടുക്കുക. ഒരു 3-4 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് നനയ്ക്കണം. അപ്പോൾ നമ്മൾ 3-4 ദിവസം നനച്ചു. പിന്നീട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗത്തും അതേ തന്നെ മുകൾ ഭാഗത്തും ചില സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അടിഭാഗത്ത് നമ്മളിത് നമ്മുടെ ടൈലിലോ അല്ലെങ്കിൽ നമ്മുടെ മാർബിളിലൊക്കെ നമുക്ക് വെക്കുമ്പോൾ ഒരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള വാഷർ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡ്രില്ലിംഗ് മിഷൻ ഉപയോഗിച്ചിട്ട് ഹോൾ ഇട്ടതിന് ശേഷമാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അറാൾഡേറ്റ് ഗമ്മ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറാൾഡേറ്റ് 2 ട്യൂബിൽ നിന്നും ഒരേ അളവിലെടുത്ത ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്ലഗിൽ നമ്മൾ ഇതേപോലെ ഗമ്മ് അപ്ലൈ ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ ഹോളിലേക്ക് ഈ പ്ലഗ് വെക്കുന്നത്. ഇതേപോലെ അതിനുശേഷം നമുക്ക് നമ്മുടെ വാഷറിൻ്റെ അടിഭാഗത്തും നമ്മൾ അറാൾഡേറ്റ് കൊടുത്ത ശേഷമാണ് നമ്മൾ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 4 ഭാഗത്തായിട്ട് നമ്മൾ ഈ വാഷർ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമുക്ക് ചെയ്യാനുള്ളത്. മുകൾ ഭാഗത്ത് നമുക്ക് ഗ്ലാസ് വെക്കാനുണ്ട്. അപ്പോൾ ആ ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള വാഷർ ഉപയോഗിക്കുന്നുണ്ട്. ആ വാഷർ നമുക്ക് ഹോള് ചെയ്ത ശേഷം ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോള് ചെയ്ത ശേഷം നമുക്ക് ആ വാഷർ അതിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ അത് മുകൾ ഭാഗത്ത് നമ്മൾ 4 റബ്ബർ വാഷർ കൊടുത്തു. ഇത് നമ്മൾ ഒട്ടിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് ഇതേപോലെ ഇറക്കി വെച്ചാൽ മതി. നമ്മുടെ ഹോളിനുള്ളിലേക്ക് നമുക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ തൽക്കാലം നമ്മൾ വാഷർ മാറ്റി വെക്കുന്നുണ്ട്. ഇനി പെയിൻ്റ് അടിച്ച ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇനി പെയിൻ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ചുവന്ന കളറ് ആണ്, നമ്മൾ ഒരു ഓടിൻ്റെ കളറൊക്കെ വരുന്ന ഒരു കളറാണ്. അതാണ് നമ്മൾ മുഴുവനായിട്ടും അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഉൾഭാഗത്ത് പുറം ഭാഗത്തൊക്കെ നമ്മൾ അത് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഉണങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കി ചെയ്യാൻ. അപ്പോൾ അത് നമ്മുടെ പെയിൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയ ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്ലീക്കാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ സ്ലീക്കിൽ ബ്ലാക്ക് പെയിൻറ്റ് ഉറ്റിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മരത്തിൻ്റെ കളറ് ഇതേപോലെ കിട്ടും. അപ്പം പുറം ഭാഗത്ത് മുഴുവനായിട്ട് നമ്മൾ സ്ലീക്ക് അടിച്ചെടുത്തു. ഇനി ഇത് ഉണങ്ങിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള നമ്മുടെ റബ്ബർ വാഷർ ആ ഹോളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ 4 റബ്ബർ വാഷറാണുള്ളത്. അപ്പോൾ 4 നമ്മൾ ഇറക്കി വെച്ചു. ഇനി നമ്മുടെ ഗ്ലാസ് ഇതിന് മുകളിലേക്ക് നമുക്ക് വെക്കാം. ഇതാ. അപ്പോൾ അത് നന്നായിട്ട് എയർ ടൈറ്റിൽ അവിടെ നന്നായിട്ട് നിന്നോളും. ഇത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെ ഫ്ലവറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടീപ്പോയ് അടിപൊളിയായിട്ടുള്ള നമ്മൾ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മരത്തിൻ്റെ കഷ്ണം അതായത് കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയെടുത്തതായിട്ട് ഇത് തോന്നുള്ളൂ. നമ്മൾ സിമെൻറ്റിൽ ചെയ്ത ഒരു വർക്കാണെന്ന് ഇത് ആർക്കും കണ്ടാൽ തോന്നുകയില്ല. കറക്റ്റ് ഒരു മരത്തിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തൊക്കെ ഇതേപോലെ റെഡിയാക്കിയ മാതിരിയാണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് നിർമ്മിക്കുകയും ചെയ്യാം. വളരെ ചിലവും കുറവാണ്. ഈ ഗ്ലാസ്സിന് മാത്രമേ കുറച്ച് വില വരുന്നൊരു ഐറ്റം ഉള്ളൂ. ഈ ഗ്ലാസ് നമ്മൾ ഇതിന് മുൻപുള്ളൊരു പഴയ ഒരു ടീപ്പോയ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാലമൊക്കെ പോയതിന് ശേഷം മരത്തിൻ്റെ ഒരു ചെറിയ ടീപ്പോയ് ആയിരുന്നു. അപ്പോൾ അത് കേട് വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഗ്ലാസ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഇതേപോലെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ ഫ്ലവറുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാന്റുകളൊക്കെ ചെറിയ പ്ലാന്റുകളൊക്കെ മണി പ്ലാന്റുകളൊക്കെ പോലെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമുക്ക് വെക്കാൻ കഴിയും. അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഈ ടീപ്പോയ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.